കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിക്ക് റൂമൊന്നും ശരിയാവാത്തത് കൊണ്ട് തന്നെ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ സുധീഷ് നേരെ വീട്ടിലേക്ക് തിരികെ വരുന്നതാണ് കാണിക്കുന്നത്. ആ നേരത്തെ നിധിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് അവിടെ വലിയ സീൻ ഉണ്ടാക്കുന്നുണ്ട്. എവിടെ പോയി എല്ലാവരും എന്ന് സുഭാഷ് ഏട്ടനോട് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ആകെ പേടിച്ചു നിൽക്കാണ്. എന്ത് മറുപടി പറയണമെന്ന് പോലും പാവത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഹരീഷ് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സുധീഷും നിധിയും കൂടി ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. നിധി ഈ വീട് വിട്ട് മറ്റെങ്ങോട്ടേക്കോ പോയതാണ് എന്ന കാര്യം നികേഷ് അങ്ങ് ഉറപ്പിച്ചു വെച്ചിരുന്നു. ഹരീഷ് അങ്ങനെയാണല്ലോ പറഞ്ഞു കൊടുത്തിരിക്കുന്നതും. ഇനിയിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ സുഭാഷിന് നല്ല സങ്കടം വരുന്നുണ്ട്. നിധി ഈ വീട് വിട്ടു പോയിരിക്കുകയാണെന്നറിഞ്ഞാൽ നികേഷിന് അത് താങ്ങാൻ പറ്റില്ല. ഒടുവിൽ സുഭാഷ് വിചാരിച്ചു, ഇനിയിപ്പോ ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്തിനാ, കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാമെന്ന് കരുതിയിട്ട് സുഭാഷ് അതിങ്ങനെ അവരോട് പറയാൻ നോക്കുമ്പോഴായിരിക്കും ദാ വരുന്നു നിധിയും സുധീഷും നിധിയും തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരുമെന്ന് സുഭാഷ് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിധിയെ കണ്ടതോടുകൂടി തന്നെ സുഭാഷിന് ശരിക്കും ആശ്വാസമായി. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ടേക്ക് ചാടി വീണു. എവിടെ പോയതായിരുന്നു രണ്ടുപേരും കൂടി? ഇതാ നിധിയേട്ടത്തിയെ കാണാതെ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. നിങ്ങൾ രണ്ടുപേരും ബാഗും തൂക്കി എങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടെന്ന് ഹരീഷ് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാ പോയത് എന്ന് ചോദിച്ചപ്പോൾ നിധി ആകെ വിറച്ചു നിൽക്കാണ്. എന്ത് കള്ളം പറയണമെന്ന് പോലും നിധിക്കറിയില്ല. പക്ഷേ സുധീഷിന് കള്ളം പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സുധീഷ് അപ്പൊ തന്നെ ഒരെണ്ണങ്ങ് കാച്ചി, അതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹണിമൂൺ ട്രിപ്പ് പോയതായിരുന്നു എന്നങ്ങ് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ ഹരീഷ് അന്തം വിട്ടുപോയി. ഹണിമൂൺ ട്രിപ്പോ എന്ന് ചോദിക്കും. അതെ ഹണിമൂൺ ട്രിപ്പ് പോയതാണ്, പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും നീതി പറഞ്ഞു ഭയങ്കര ചൂടാണെന്ന്. ഈ കാലാവസ്ഥയിൽ എങ്ങോട്ടേക്കും പോകണ്ട എന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറയാണ് സുധീഷ് ഇതിങ്ങനെ തട്ടിവിടുന്നത് കേൾക്കുന്ന സമയത്തിന് നികേഷിന് സമാധാനമായി. എന്റെ സുധീഷേട്ടാ, ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് പറഞ്ഞു പോയി കൂടെ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ എന്ന് പറയും. നിധി അപ്പോഴേക്കും ശരിക്കും ഒന്ന് ശ്വാസം വിട്ടു. ദൈവമേ, എങ്ങാനും പെട്ടുപോയേനെ. സുധീഷ് ഇപ്പോൾ ഇങ്ങനൊരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പേടിച്ച് നിൽക്കുമായിരുന്നു നിധി. സുധീഷ് ഉടനെ തന്നെ നിധിയോട് പറഞ്ഞു, ആ ബാഗ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെക്ക്. നികേഷ് അപ്പോഴും പറയുന്നുണ്ട്, നിധി ചേച്ചി ഇവിടെ നിന്ന് പോയി കാണുമെന്ന് ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി എന്ന് പറയും. സുഭാഷ് പറയുന്നുണ്ട്, അതിപ്പോ മനസ്സിലായല്ലോ പോയിട്ടില്ല എന്ന്. അങ്ങനെ ഹരീഷും നികേഷും അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് സുഭാഷ് തനിച്ച് നിധിയോടും സുധീഷിനോടും അയച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഉണ്ടായത് എന്ന്. അവിടെ ചെന്നിട്ട് വീട് കിട്ടിയില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി സങ്കടത്തോടെ പറഞ്ഞു. വീട് കിട്ടിയില്ലെന്നോ? അതെന്താ ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതെ, പക്ഷേ അയാൾ എപ്പോ പറയുന്നു വീട് തരില്ല എന്ന്. സുധീഷ് ഉടനെ തന്നെ ഇടപെട്ടു. ഞാൻ അയാളോട് ചൂടാവുകയായിരുന്നു, അപ്പോഴാണ് നിധി എന്നെ വിളിച്ചു മാറ്റിയത്, അല്ലെങ്കിൽ ഞാൻ അയാളെ ശരിയാക്കിയേനെ എന്നൊക്കെ പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, അയാളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സുഭാഷ് ഏട്ടാ, അയാൾക്ക് വീട് തരാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത് ശരിയല്ല എന്നാണ് അയാളുടെ ഭാര്യ പോലും പറയുന്നത്. ഉടനെ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാ നിധി നീ ഇങ്ങനെ വാടക വീടൊക്കെ എടുത്ത് മാറി നിൽക്കുന്നത്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ ഇല്ലേ നിനക്ക് കൂട്ടിനെ? നിനക്ക് ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ചോദിക്കും. ജോലിക്ക് പോവണമെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും പോയിക്കൂടെ? നികേഷിന്റെയും എന്റെയും ഒക്കെ വിഷമം നീ കണ്ടതല്ലേ. നീ പോകുമെന്ന് കരുതിയപ്പോൾ ഞങ്ങൾക്കാകെ സങ്കടമായി. നീ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ സങ്കടമായിരിക്കും. സുധീഷ് ഇത് കേട്ട് കളിയാക്കി പറഞ്ഞു. ഓ, തുടങ്ങി അമിത സ്നേഹമെന്ന്. സുഭാഷ് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിന്നാ മതി, നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. നിധിക്ക് അന്നേരം ആകെ സങ്കടമായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നിധി നേരെ മുറിയിലേക്ക് പോയപ്പോൾ സുഭാഷ് സുധീഷിനെ വിളിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, സത്യം പറയടാ, നിധിക്ക് വാടക വീട് കിട്ടാതിരിക്കാൻ കാരണക്കാരൻ നീയാണോ എന്ന് ചോദിക്കും. സുധീഷ് അഭിനയിച്ചു, ഞാനെന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും. എടാ, എന്നോട് കള്ളം പറയണ്ട, നീ എന്തെങ്കിലും തന്ത്രം കാണിച്ചിട്ടുണ്ടാവും, ആ ഓണറെ കണ്ടിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയുന്ന സമയത്തിന് സുധീഷ് ഇത് കേട്ടപ്പോഴങ്ങ് ചിരിക്കാണ്. ഇന്നലെ നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ എന്താ നിനക്കൊരു പേടിയുമില്ലാത്തതെന്ന്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് കാണും. സുധീഷ് അന്നേരം അത് സമ്മതിച്ചു. അതെ, ചേട്ടൻ കരുതിയത് തന്നെയാണ് ശരി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും വാടക വീട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് അവളെ എത്ര ഇഷ്ടമാണെന്ന് ഏട്ടനറിയില്ലേ. അവളെ കൈവിട്ട് കളയാനൊന്നും എനിക്ക് വയ്യേട്ടാ. അവൾ അവിടെ പോയി താമസിച്ചാൽ പിന്നെ ഒരിക്കലും എന്റേതാവില്ല. എനിക്കത് താങ്ങാൻ പറ്റില്ല. അവൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവും. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സുഭാഷ് ഏട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയാണ് സുധീഷ്. സുഭാഷിന് ദേഷ്യവും ഒപ്പം സങ്കടമൊക്കെ വന്നുവെങ്കിലും നിധി പോവാത്തതിൽ അവനൊരു ആശ്വാസമുണ്ടായിരുന്നു. സുഭാഷ് പറഞ്ഞു, നിന്റെ കള്ളത്തരങ്ങളൊക്കെ അവൾ എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിന്നെ അവൾ ഇട്ടിട്ട് പോവും. സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടാ.
കുറെ നേരം കഴിഞ്ഞ് നിധി പുറത്തേക്ക് വന്നപ്പോൾ നികേഷ് അവിടെ കട്ടിലിൽ കിടന്ന് ആസ്വദിച്ച് ഫോണിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. നിധി ഇത് കണ്ട് അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എടാ അമ്പട കള്ള, നീ കൊള്ളാലോ, ആരാടാ ഈ പെണ്ണ്? നികേഷ് പറഞ്ഞത്, ഏട്ടത്തി, ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ഒരു പെണ്ണിന്റെ കാര്യം? അതെ, ഇവളാണ്. എന്റെ ക്ലാസ്സിലല്ല, വേറെ ഡിപ്പാർട്ട്മെന്റിലെയാണ്. പക്ഷേ ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്നത് ഒരേ സ്ഥലത്താണ്. അവൾ കോളേജിലെ സ്റ്റാഫാണ് കേട്ടോ. ഒരുപാട് പേര് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ അവൾ ആരെയും മൈൻഡ് ചെയ്യില്ല. ഒരു ദിവസം അവൾ എന്നെ നോക്കി ചിരിച്ചു. ആ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു എനിക്ക് സന്തോഷിക്കാൻ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എന്നെയും ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പരസ്പരം മിണ്ടാറില്ല എങ്കിലും ഇങ്ങനെ നോക്കാറുണ്ട്. നിധി പറയുന്നത്, നീ കൊള്ളാമല്ലോടാ, നിന്റെ സ്റ്റാൻഡേർഡ് നീ വിടില്ലല്ലോടാ എന്ന് പറയും. നികേഷ് പറയുന്നുണ്ട്, പിന്നെ നമ്മളുടെയൊക്കെ സ്റ്റാൻഡേർഡ് നമ്മൾ കാണിക്കണ്ടേ? അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ലിസ്റ്റ് കൊടുത്ത് നികേഷിനോട് കടയിൽ പോവാൻ പറഞ്ഞു. നികേഷ് അത് വാങ്ങിച്ചിട്ട് ഈ വെയിലത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, ഞാൻ പോയേക്കാമെന്ന്. നിധി പോകുമെന്ന് കേട്ടതും നികേഷ് ചാടി എഴുന്നേറ്റു. ഏട്ടത്തി പോവണ്ട, ഞാൻ തന്നെ പോയിക്കോളാമെന്നും പറഞ്ഞ് പൈസയും വാങ്ങി. നിധി പോകുന്നത് അവന് സഹിക്കില്ല. അത്രക്കധികം ഇഷ്ടമാണ് അവന് നിധിയെ. സുഭാഷ് നിധിയോട് പറഞ്ഞു, കണ്ടോ, അവന് നിന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാ അവൻ ഓടിപ്പോയത്. നീ ഈ സ്നേഹമൊക്കെ വിട്ടിട്ട് ഹോസ്റ്റലിൽ പോയി നിന്ന ഈ സ്നേഹമൊക്കെ നിനക്ക് മിസ്സാവില്ലേ നിധി എന്ന് ചോദിക്കാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നത് എന്ന് സുഭാഷ് ഏട്ടനെ അറിയാലോ. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. സുഭാഷിന് അത് കേട്ടപ്പോൾ നല്ല സങ്കടം വന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാവരും ഹാളിൽ അടിച്ചു പൊളിച്ചു കിടക്കുകയാണ്. ഭാസ്കരൻ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കാണുന്നത് എല്ലാവരുടെയും കൂടെ സുധീഷും അവിടെ ഹാളിൽ കിടക്കുന്നതാണ്. ഭാസ്കരൻ ചെന്ന് സുധീഷിനെ തട്ടി വിളിച്ചു, എടാ എഴുന്നേൽക്കടാ എന്ന് പറയും. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്ന് ചോദിക്കും. നിന്നോട് ആരാടാ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞത് എന്ന് ഭാസ്കരൻ ചോദിച്ചപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കടന്ന എന്താ കുഴപ്പമെന്ന്. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയി കിടക്കാതെ നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ഭാസ്കരൻ ചോദിച്ചപ്പോൾ സുഭാഷും ഹരീഷും ഒന്ന് ഞെട്ടിപ്പോയി. സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ കിടക്കട്ടെ. അന്നേരം ഭാസ്കരൻ സുഭാഷിനെ ചീത്ത പറഞ്ഞു, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, എന്റെ വൈഫ് എന്നെ ഇട്ടിട്ട് പോയി, ഇനി നാട്ടുകാരെ കൊണ്ട് ഇവനെയും കൊണ്ട് ഇട്ടിട്ട് പോയി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാണ് ഭാസ്കരൻ. സുധീഷിനോട് ബെഡ്ഷീറ്റും എടുത്ത് നേരെ മുറിയിലേക്ക് പോവാൻ പറയാണ് ഭാസ്കരൻ. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ്. ഭാസ്കരൻ നേരെ പോയി നിധിയുടെ മുറിയിലേക്ക് മുട്ടിയിട്ട് പറഞ്ഞു, മോളെ, ഇവന് ബുദ്ധിമുട്ടെങ്കിലെങ്കിലും നീ ഇവനെ അകത്ത് വിളിച്ച് കടത്തേണ്ടേ എന്ന് ചോദിക്കും. കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒരു മുറിയിലല്ലേ കഴിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിധി ആകെ ഷോക്കായി നിൽക്കാണ്. സുധീഷാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ അകത്തേക്ക് കയറി. ഭാസ്കരൻ വാതിലടക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോഴേക്കും നിധി ആകെ പേടിച്ച് നിൽക്കാണ്. താലി കെട്ടിയെങ്കിലും അവർ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലല്ലോ. സുധീഷ് നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചു. ആ സമയത്ത് വീണ്ടും മുട്ടുന്നത് കേട്ടപ്പോൾ സുഭാഷ് ആയിരുന്നു. സുഭാഷ് വന്ന് സുധീഷിനെ പുറത്തേക്ക് വിളിച്ചു, അച്ഛൻ ഇനി വരാനൊന്നും പോകുന്നില്ല, നീ വന്ന് ഹാളിൽ കിടന്നാ മതി എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ പുറത്തേക്ക് വിളിക്കാണ്. അന്നേരം സുധീഷ് അവിടെ നിന്നും സുഭാഷേട്ടൻ വിളിച്ചതനുസരിച്ച് പുറത്തേക്ക് പോയതോടുകൂടെ ആയിരിക്കട്ടോ നിധിക്കൊന്ന് സമാധാനമാവുന്നത്. സുധീഷ് സങ്കടത്തോടു കൂടെ തന്നെ പുറത്തേക്ക് വന്നു. ഹരീഷ് അപ്പൊ സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തിനാ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്? അവൻ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയും. സുഭാഷ് പറയുന്നുണ്ട്, എടാ, അവനും നിധിയും തീരുമാനിച്ചിട്ടുണ്ട്, ഏട്ടന്റെ കല്യാണം കഴിയാതെ അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കില്ല എന്ന്. അതുകൊണ്ട് അവൻ ഇവിടെ കടന്നാ മതിയെന്ന് പറയും. ഹരീഷിന് സുഭാഷിനോട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ. സുഭാഷിന്റെ വാക്ക് കേട്ട് ഹരീഷ് അവിടെ തന്നെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്തിന് സുധീഷ് സങ്കടത്തോടെ ഹാളിൽ തന്റെ ആ ഒരു പഴയ പായയിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. പക്ഷേ നിധിയുടെ മുറിയിൽ കാര്യങ്ങളൊന്നും അത്ര ശാന്തമായിരുന്നില്ല. ഭാസ്കരൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താലി കെട്ടിയവന്റെ കൂടെ ഒരു മുറിയിൽ കിടക്കാൻ നിനക്ക് പാടില്ലേ എന്ന ചോദ്യം അവളെ വല്ലാതെ മുറിപ്പെടുത്തി. രാത്രിയുടെ നിശബ്ദതയിൽ ജനാലക്കൽ നോക്കി നിൽക്കുമ്പോൾ തന്റെ ജീവിതം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ വീട്ടിൽ മറ്റൊരു പുകിലായിരുന്നു കാത്തിരിക്കുന്നത്. സുധീഷ് ചെയ്ത കള്ളത്തരം, അതായത് നിധിക്ക് വാടക വീട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഓണറെ കണ്ട് സംസാരിച്ചത് നികേഷ് അറിയാനിടയായി. സുധീഷ് അറിയാതെ തന്നെ അവന്റെ ഫോണിലേക്ക് വന്ന ആ ഓണറുടെ മെസ്സേജ് നികേഷ് വായിച്ചതുകൊണ്ടാണ് കളി മാറിയത്. സുധീഷ് ഏട്ടാ, ഇത്രയും വലിയൊരു ചതി നിങ്ങൾ എന്തിനാ വെറുതെ ഏട്ടത്തിയോട് കാണിച്ചത് എന്ന് നികേഷ് ആക്രോശിച്ചപ്പോൾ വീട്ടുകാരെല്ലാവരും ഹാളിലേക്ക് ഓടിയെത്തി. കാര്യമറിഞ്ഞ നിധി ആകെ തകർന്നു പോയിരുന്നു. തന്നെ സഹായിക്കാനാണെന്ന് കരുതിയ സുധീഷ് തന്നെ ചതിക്കുമായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. സുധീഷ് എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും നിധി അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി ബാഗ് എടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. സുഭാഷും നികേഷും ചേർന്ന് അവളെ തടയാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. പടിക്കലെത്തിയപ്പോൾ അവിടെ ഭാസ്കരൻ തടസ്സമായി നിന്നു. പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷേ നീ കാരണം എന്റെ മോന്റെ ജീവിതം നാട്ടുകാർക്ക് മുന്നിൽ പരിഹാസമാവാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇനി നീ ഈ പടിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റത്തുമില്ല, അദ്ദേഹം കർക്കശമായി തന്നെ പറഞ്ഞു.
ആ നിമിഷം നിധി ആകെ പകച്ചുപോയി. സത്യത്തിൽ അവൾക്ക് പോവാൻ ഒരിടവുമില്ലായിരുന്നു. ഹോസ്റ്റലുകളെല്ലാം തന്നെ ഫുള്ളാണ്. കയ്യിൽ അധികം പണവുമില്ല. ID കാർഡും പ്രൂഫും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ വേറെ എവിടെയും അഡ്മിഷനും എടുക്കില്ല. സുധീഷിന്റെ സ്നേഹം ഒരു തരം ഭ്രാന്തായി മാറുന്നത് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ സുഭാഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിധി അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതൊരു നിബന്ധനയോടെ ആയിരിക്കും. ഇനി എന്നോട് ആരും സ്നേഹം അഭിനയിച്ച് വരരുത്, പ്രത്യേകിച്ച് സുധീഷ്. അന്ന് രാത്രി സുധീഷ് ഹാളിൽ കടക്കുമ്പോൾ നിധി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു, സുധീഷേ, നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട. എന്നെ ഇവിടെ തളച്ചിടാൻ നിനക്ക് കഴിഞ്ഞേ, പക്ഷേ നിനക്ക് എന്നെ സ്നേഹിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ല. ഇത് കേട്ട് സുധീഷ് ഒന്നും മിണ്ടാതെ അവിടെ കിടന്നു. അവന്റെ കണ്ണുകളിൽ കുറ്റബോധമായിരുന്നോ അതോ വിജയത്തിന്റെ തിളക്കമായിരുന്നോ എന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി നിന്ന ഹരീഷ് മനസ്സിൽ മറ്റൊരു തന്ത്രം മെനയുന്നുണ്ടായിരുന്നു. സുധീഷിന്റെയും നിധിയുടെയും ഈ ഒരു അസ്വാരസ്യം മുതലെടുത്ത് എങ്ങനെ തന്റെ കാര്യങ്ങളെല്ലാം സാധിക്കാമെന്നായിരുന്നു അവന്റെ ചിന്ത. അങ്ങനെ നിധിയും സുധീഷും തമ്മിലുള്ള പോരാട്ടം ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. വരും ദിവസങ്ങളിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.